Afternoon all. And those are the vice okay no. നമ്മള് വ്യത്യസ്ത തരത്തിലുള്ള ഓറിയന്റേഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ഡിസ്കസ് ചെയ്തു. Then individual and collective orientation അല്ലേ? അപ്പൊ ഇറങ്ങിയല്ലേ നോക്കേണ്ടത്? അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ലല്ലോ. Okay, individual and collective orientation. എന്താണ് individual and collective orientation ഡിസ്കസ് ചെയ്യുന്നത്? The next thing recruiting managers need to choose is whether the orientation program should be conducted in groups or individual. നമുക്കറിയാം ബോയ്സിന് അവർക്ക് ഒരു പുതിയ ഓർഗനൈസേഷനിലെ ഡ്യൂട്ടിയുമായിട്ട് പൊരുത്തപ്പെട്ട പൂർണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു സിമിലാരിറ്റി വരുന്നതിനാണ് ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയെന്ന് നമുക്കറിയാം. അപ്പൊ അത് വ്യത്യസ്ത രീതിയിൽ അവർക്ക് ഓറിയന്റേഷൻ സംഘടിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷനെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. അതിലെന്താ പറയുന്നത്? whether the orientation program should be conducted in group or individual. അല്ലെ, വ്യക്തിഗതമായിട്ടോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അല്ലെ ഒരുപാട് വരുന്ന എംപ്ലോയീസിന് ഒന്നിച്ച് അവർക്ക് വേണമെങ്കിൽ ഓറിയന്റേഷൻ നടത്താം. അതല്ല ഇൻഡിവിജ്വലി ഓറിയന്റേഷൻ നടത്താവുന്നതാണ്. If the candidates are oriented individually, then it is difficult to standardize the views of the different recruits, which is dissimilar to that of a collective orientation. Okay, നമുക്കറിയാം, ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഇൻഡിവിജ്വലൈസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കാൻഡിഡേറ്റ്സ് ആർ ഓറിയന്റഡ് ഇൻഡിവിജ്വലി ഓറിയന്റഡ് ആണ് അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും അവരെ കൃത്യമായിട്ട് തന്നെ ഓരോന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. Then it is difficult to standardize the views of different recruits, which is dissimilar to that collective orientation. നമുക്കറിയാം collective orientation എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം വ്യക്തികൾക്ക് ഒന്നിച്ചാണ് ഓറിയന്റേഷൻ ലഭ്യമാകുന്നത്. Because individual orientation emphasizes on a particular person viewpoint, preference and dislike. Okay, നമുക്കറിയാം ഇൻഡിവിജ്വലി ഓറിയന്റേഷൻ നടത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെ ഒരു പ്രത്യേക കാൻഡിഡേറ്റിന്റെ വ്യൂസ് പ്രിഫറൻസ് ആഗ്രഹങ്ങൾ അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇൻഡിവിജ്വൽ അല്ലെ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് എഫക്റ്റ് ആണ് ലഭ്യമാകുന്നത് അല്ലെ. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ഈസ് എ ടൈം ടേക്കിംഗ് ആൻഡ് എക്സ്പെൻസീവ് പ്രാക്ടീസ്. ഓക്കെ, നമുക്കതൊരു ആ ഇൻഡിവിജ്വൽ ഓറിയന്റേഷനെ തന്നെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വരുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും, അറിയാൻ സാധിക്കും ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ ആഗ്രഹങ്ങൾ വ്യൂ പോയിന്റ്സ് പ്രിഫറൻസ് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് മാത്രമല്ല നമുക്കറിയാം ഒരു പ്രത്യേക പേഴ്സണ് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രത്യേകമായിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരും. It also does not give any opportunity to new candidates to interact with their fellow recruits. Okay, നമുക്കറിയാം പുതിയ കാൻഡിഡേറ്റ്സ് ഒക്കെ അവരെ നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം പർട്ടിക്കുലർ വ്യക്തിക്ക് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോളജ് എല്ലാം കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലെ. അപ്പൊ മെജോറിറ്റി നമുക്കറിയാം മെജോറിറ്റി ഓർഗനൈസേഷനിലാണെങ്കിലും പെട്ടെന്ന് ഇപ്പൊ ന്യൂ അപ്പോയിന്റ്മെന്റ്സുകൾ വരുമ്പോഴാണെങ്കിലും അവരൊന്നിച്ച് ഓറിയന്റേഷൻ നടപ്പാക്കുന്ന ഒരു പ്രവർത്തനമാകും അവിടെ സാധ്യമാകുന്നത്. Majority of large organizations prefer collective induction approach, but this is not the case in a small organization which need a less number of persons and hence prefer individual induction program. Okay, നമുക്കറിയാം ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ പറഞ്ഞ മാതിരി ഒരുപാട് വ്യക്തികൾക്ക് ഓറിയന്റേഷൻ കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാ? ചെറിയ സ്ഥാപനത്തിന് എന്താ പ്രത്യേകത അങ്ങനെ ഒന്നിച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കാൻ പറ്റാത്തത്? നമുക്കറിയാം നമ്പർ ഓഫ് പേഴ്സൺസിന്റെ മാത്രം അപ്പോയിന്റ്മെന്റ് ആവശ്യം വരുള്ളൂ അല്ലെ. വേക്കൻസികൾ ഒരുപാട് വേക്കൻസി വരില്ല അല്ലെ. ചെറിയ ഓർഗനൈസേഷൻ ഒക്കെ നമ്മള് വിരലിൽ എണ്ണാവുന്ന വേക്കൻസികളാണ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ.
അല്ലെ? അപ്പൊ അവിടെ വരുന്ന ന്യൂ എംപ്ലോയീസിന് മാത്രം ഓറിയന്റേഷൻ കൊടുക്കേണ്ട ആവശ്യകതയുള്ളൂ. അല്ലേ? മനസ്സിലാവുന്നില്ലേ? വലിയ വലിയ കമ്പനികളൊക്കെ ആവുമ്പോൾ ഇൻഡിവിജ്വലി ഓറിയന്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഏറിയ കാര്യമാണ്. വലിയ വലിയ സ്ഥാപനങ്ങളിൽ കളക്റ്റീവ് ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഇൻഡിവിജ്വലി തന്നെ ഓറിയന്റേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഇൻഡിവിജ്വലി ഓറിയന്റേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പെൻസീവ് ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആണ് നമുക്ക് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. Then, however, the individual induction approach is also popular in large organizations, but only when they need to recruit highly trained professionals who are always required in small numbers. വലിയ വലിയ ഓർഗനൈസേഷനിലും ഇതുമാതിരി ഇൻഡിവിജ്വലി ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ അത് ജനറൽ ഓറിയന്റേഷൻ ആണെന്നുള്ളത്. പക്ഷെ മനസ്സിലാക്കുക, വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇൻഡിവിജ്വലി ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം അവിടെ നമ്പർ ഓഫ് വേക്കൻസികളായിരിക്കും ഉണ്ടാവും അല്ലെ? ടോപ്പ് ലെവലിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന വേക്കൻസികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാൻ വരുന്ന കാൻഡിഡേറ്റിന് നമുക്കറിയാം ഇൻഡിവിജ്വലി ഓറിയന്റേഷൻ ആയിരിക്കും ലഭ്യമാക്കി കൊടുക്കുക. ക്ലിയർ അല്ലേ? എന്താണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ, കളക്റ്റീവ് ഓറിയന്റേഷൻ എന്നുള്ളത്? ാണോ ക്ലിയറാണോ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊക്കെ പോവാ. അതായത് നമുക്കറിയാം എന്താണ് പുതിയ പുതിയ അല്ലെ ഒരു പ്രധാനമായിട്ട് പറയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓർഗനൈസേഷനിൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ് കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. കളക്റ്റീവ് ഇൻഡക്ഷൻ പ്രോഗ്രാംസുകളൊക്കെയാണ് അവിടെ കണ്ടക്ട് ചെയ്ത് പോകുന്നുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓറിയന്റേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് സ്മോൾ ഓർഗനൈസേഷൻസ് ആണ്. ഓക്കെ. അത് മാത്രമല്ല ഇൻ കേസ് എക്സെപ്റ്റ് ഇൻ കേസ് വലിയ വലിയ ഓർഗനൈസേഷൻ, ലാർജ് ഓർഗനൈസേഷനിൽ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള എന്തെങ്കിലും വേക്കൻസികൾ ഫില്ല് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ കളക്റ്റീവ് ഓറിയന്റേഷൻ? ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കളക്റ്റീവ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആണ്. അതായത് പർട്ടിക്കുലർ പേഴ്സണ് എന്തെങ്കിലും ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആണ്. സ്മോൾ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആണ് എളുപ്പമാകുന്നത്. അതേപോലെ തന്നെ ലാർജ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. എക്സെപ്റ്റ് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള എംപ്ലോയീസിന് സെറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ പേഴ്സൺസ് അല്ലെ, കുറച്ച് നമ്പർ ഓഫ് പേഴ്സൺസ് ലിമിറ്റഡ് ആയിരിക്കും. സോ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്താണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഓക്കെ. ക്ലിയർ അല്ലേ? നമുക്ക് ഓക്കെ ആണോ? അതിലേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. എന്താണ് സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് വെച്ച് കാണാനുള്ളൂ അല്ലെ? മെജോറിറ്റി ഓഫ് പേഴ്സൺസ് ഇവിടെ കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. Majority of large organizations prefer collective induction approach. Okay, ഏത് അപ്രോച്ച് ആണ് മെജോറിറ്റി ഓഫ് ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളക്റ്റീവ് ഓറിയന്റേഷൻ ഇൻഡക്ഷൻ അപ്രോച്ചുകളാണ് അവിടെ കറക്റ്റ് ആയിട്ട് അവർ ക്യാച്ച് ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്നത്. കാരണം അവിടെ എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അത് കൈകാര്യം ചെയ്ത് പോകുന്നത്. സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷന്റെ പ്രത്യേകത എന്താണ്? സീരിയൽ ഇൻഡക്ഷൻ then is the one in which an experienced employee takes the responsibility of training the newly appointed person. He acts as a tutor, trainer, or a role model for new recruits. Okay. അതായത് സീരിയൽ ഓറിയന്റേഷനിൽ പൊതുവെ നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പുതിയ എംപ്ലോയീസ് ഒക്കെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്ത എംപ്ലോയീസിന് കുറച്ച് ഫെമിലാരിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരെയായിരിക്കും ഏൽപ്പിക്കുന്നത്? അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനെ അല്ലേ ഏൽപ്പിക്കുക?
ആണോ? ഓർഗനൈസേഷനില് പുതിയ എംപ്ലോയീസ് വരുമ്പോൾ ഓക്കെ അതെ അല്ലെ, എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസിനെയാണ് പുതിയ എംപ്ലോയീസ് വരുമ്പോൾ അവർക്ക് കുറച്ച് പരിചയം കിട്ടത്തക്ക വിധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് സീരിയൽ ഓറിയന്റേഷനിൽ പറയുന്നത്. സീരിയൽ ഇൻഡക്ഷൻ is the one in which an experienced employee take the responsibility of training the newly appointed person. He acts as a tutor, trainer or a role model for the new recruits. Okay, നമുക്കറിയാം ഇവിടെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യണം. വരുന്ന ഫ്രഷേഴ്സിന്റെ കഴിവ് അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ കൊണ്ട് ട്രെയിൻ ചെയ്യുന്നത്. അവരെ വേണമെങ്കിൽ നമുക്കറിയാം പറയാം ട്യൂട്ടർ, ട്രെയിനർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കാം. ഓക്കെ, when such a facility is not given to the new appointees when there is nobody to guide and to motivate them, then such a scenario is termed as a distinctive induction. ഓക്കെ, ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഒന്നും പുതിയ എംപ്ലോയീസിന് ലഭ്യമാകുന്നില്ല എങ്കിൽ അവര് വന്ന് എന്താ പറയണ അപ്പോയിന്റ്മെന്റ് സ്വീകരിച്ച് സ്വന്തമായിട്ട് ഓരോന്ന് പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ, ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സന്റെ ഒരു ഗൈഡൻസ് ഒന്നും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് അവര് അറിവ് അല്ലെങ്കിൽ അവരുടെ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓറിയന്റേഷനെ പറയുന്ന പേരാണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? സീരിയൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ സീരിയൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ് ന്യൂലി അപ്പോയിന്റഡ് പേഴ്സൺ. അതേസമയം എന്താണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷനിൽ എന്താ പ്രത്യേകത? Then such a facility is not given to new appointees. പുതിയ അപ്പോയിന്റ്മെന്റ്സ് കിട്ടുന്ന വ്യക്തികൾക്കൊന്നും ഇതുമാതിരിയുള്ള ഒരു ഫെസിലിറ്റി, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ ഒരു ഗൈഡൻസ് ഒന്നും ലഭ്യമാകുന്നില്ല എങ്കിൽ അവരെന്താണ് സ്വന്തമായിട്ടാണ് അവരെ എന്താണ് സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ദെൻ അങ്ങനെ പറയുന്ന തരത്തിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമാണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? both the type of induction have their own pros and cons. ഓക്കെ, നമുക്കറിയാം രണ്ടിനും അല്ലെ വ്യക്തിപരമായിട്ട് തന്നെ സ്വന്തം കഴിവുകൾ തന്നെയാണ് വികസിപ്പിക്കുന്നത്. ഇരുകൂട്ടരിലും പുതിയ എംപ്ലോയീസ് ആണ് അവരുടെ നോളജും അറിവും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അറിവും എക്സ്പീരിയൻസ് ഒക്കെ അല്ലെങ്കിൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ രണ്ടിനും പ്രത്യേകതയുണ്ട്. ഒന്ന് ട്രെയിനി ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ സപ്പോർട്ട് ഉണ്ട്. മറ്റൊന്ന് സ്വന്തം എക്സ്പീരിയൻസ്, ഓൾസോ എക്സ്പീരിയൻസിൽ നിന്നാണ് നേടിയെടുക്കുന്നത്. Serial induction help in maintaining the prevalent working conditions as well as the customs of the workplace. ഓക്കെ, നമുക്കറിയാം സീരിയൽ ഇൻഡക്ഷൻ ഒക്കെ ആണെങ്കിൽ എന്താ പ്രത്യേകത? എന്താണ് ആ വർക്ക് പ്ലേസിന്റെ രീതി അല്ലെ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, മുൻകരുതലൊക്കെ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, അതിനെ കുറിച്ചൊക്കെ അറിവ് മുൻകൂട്ടി അവർക്ക് ലഭ്യമാകുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒരു ഗൈഡൻസ് അവർക്ക് ലഭ്യമാകുന്നുണ്ട്. If this process is used too much, then the company will always run on a pre-designed set norms and there would be no further scope for any creativity or a progressive outlook, and particularly those persons who are quite creative and liberal. ഓക്കെ, നമുക്കറിയാം അവർക്ക് സ്വതന്ത്രത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതല്ലേ. കാരണം നമുക്കറിയാം മുൻകൂട്ടി തയ്യാറാക്കിയിട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്തൊക്കെയാണ് ഈ ഓറിയന്റേഷൻ ടൈമിൽ അവർക്ക് കൊടുക്കണേ എന്ന പോലെ നേരത്തെ കൂട്ടി പ്രീ പ്ലാൻഡ് ആയിട്ട് ചിന്തിച്ചുറപ്പിച്ചാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. സോ അവര് ലിബറൽ ആയിട്ട് തന്നെ അല്ലെ, വളരെ സ്ട്രെസ് ഒന്നും കൂടാതെ. മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷനിൽ എന്താ പ്രത്യേകത? അവര് സ്വന്തമായിട്ട് അറിവ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം പേടിച്ചൊക്കെ ആയിരിക്കും അവര് ചെയ്തെടുക്കുന്നത് അല്ലെ, അറിവ് നേടിയെടുക്കുന്നത്. അതേസമയം മറ്റേതെന്ന് പറയുമ്പോൾ എന്താണ് സീരിയൽ ഓറിയന്റേഷനിൽ അല്ലെങ്കിൽ സീരിയൽ ഓറിയന്റേഷൻ ഡെവലപ്മെന്റിൽ എന്താ പ്രത്യേകത? നമുക്കറിയാം അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ സപ്പോർട്ട് ഉണ്ട്. സോ അവിടെ ലിബറൽ ആയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. Moreover, if the employees in an organization are stressed and frustrated, they would pass on the same to the new recruits. ഓക്കെ, ചിലപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ ഒക്കെ വരുമ്പോൾ എന്താണ് എംപ്ലോയീസിന് പേടിയായിരിക്കും അല്ലെ, ഇത് ഓരോന്നും എങ്ങനെ ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ അതിനകത്ത് ചെയ്യാം. കാരണം അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ സപ്പോർട്ട് ഇല്ല. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവര് അവിടെ നിന്ന് ആ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ പുതിയ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വീണ്ടും വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. Okay, whereas the distinctive induction is just the opposite, because
It promotes the creative and inventive efforts of employees because there is no pressure on a new recruits to carry on the tradition and customs of the organization. രണ്ടിലും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്നില് നമുക്കറിയാം കുറച്ച് ഗൈഡൻസ് ഒക്കെ പകർന്നു വരുമ്പോൾ അവരിപ്പോ മാത്രമേ ദേശീയപരമായ ഭാഷയൊക്കെ പറഞ്ഞു തന്നിട്ട് പിന്നത്തെ പ്രാവശ്യം പിന്നെ റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ട്രെയിനർ അല്ലെ എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കുന്ന ആള് ഷൗട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷനിലും വേറൊരു പ്രത്യേകതയുണ്ട്. അവർ സ്വന്തം നേടിയെടുക്കുന്ന കാരണം കൊണ്ട് അവർക്ക് ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യകതയൊന്നും ഇല്ല. സ്വന്തമായിട്ട് തിരിച്ചാലും അല്ലെ അത് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണെന്നുള്ള ഒരു മൈൻഡിൽ എടുത്തോളും എന്നുള്ള ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. So no pressure on new recruits to carry on the tradition and customs of the organization. കാരണം അവിടുത്തെ പരമ്പരാഗത രീതിയോ ശീലങ്ങളെ കുറിച്ചിട്ടൊന്നും പ്രത്യേക വിവരങ്ങളൊന്നുമില്ല. അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ് അവർ അവരുടെ ഡ്യൂട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അല്ലെ അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഷർ ഒന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല. But such gain are needed to be analyzed against them competencies of a creative person as well as those who fail individually due to lack of active support by an experienced mentor. ഓക്കെ, നമുക്കറിയാം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്ററിന്റെ അഭാവം മൂലം അവർക്ക് ഈ പറഞ്ഞ മാത്രം പുതിയ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു അല്ലെ കഴിവൊന്നും ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് ഇല്ല, അല്ലെ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവർക്ക് മറ്റൊരാളെ പേടിക്കണമെന്നില്ല എങ്കിൽ കൂടി അവരുടെ കരിയർ ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മേഖലകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അവരെ ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Later ones generally lack the understanding of how to do their assigned work and how it will benefit of the organization. പ്രധാനമായിട്ടുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് ഒരു ട്രെയിനർ ഇല്ല എങ്കിൽ, ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഇല്ല എങ്കിൽ നമുക്കറിയാം ഇതാണ് ലക്ഷ്യം, അതെങ്ങനെ നേടണം, എപ്പോ നേടണം, എങ്ങനെ ചെയ്യണം, അല്ലെ അതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ഐഡിയാസും ഉണ്ടാവില്ല. ശരിയാണോ? ആണോ? ഇതിന്റെയൊക്കെ അഭാവം ഉണ്ടാവോ? എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഇല്ല എങ്കിൽ അത് ഉണ്ടാവും. പുതിയ എംപ്ലോയീസ് ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ ഇന്നത് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എപ്പോ തുടങ്ങണം, അല്ലെ അങ്ങനെയൊക്കെയുള്ള പല പല പ്രോബ്ലംസും ഉണ്ടാവില്ലേ? ഉണ്ടാവോ? സാധ്യതയുണ്ടോ? യെസ്, അതന്നെയാണ് പറയുന്നത്. Later ones generally lack the understanding of how to do their assigned work, അല്ലെ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് എങ്ങനെ ചെയ്യണം, and how it will be benefit of the organization. ഓർഗനൈസേഷൻ ഇത് എങ്ങനെയാണ് ഗുണകരമാകുന്നത്, ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ മനസ്സിലാക്കി വെക്കുക, സീരിയൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ, അല്ലെ സീരിയൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ്, അതാണ് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോകേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ടു ട്രെയിനിങ് ദ new appointed person. He acts as a tutor or a trainer or a role model for the new recruits. അതേസമയം സീരിയൽ ഓറിയന്റേഷൻ എന്താ പറയുന്നത്? Nobody guide and motivate them, then such a scenario is termed as a distinctive induction. ഒരു ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും എന്തിലുണ്ടാവില്ല, ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷനിൽ ഉണ്ടാവില്ല. സ്വന്തമായിട്ടാണ് എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ? ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ. ഓക്കെയാണോ? ഭാഗത്തേക്ക് പോകാം. നമുക്ക് നോക്കാം ഇൻവെസ്റ്റിറ്റ്യൂർ ആൻഡ് ഡിസ്വെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഡൈവേസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ. The choice of ultimate importance pertains whether to retain the appreciate the identity of a newly appointed person or to dissemble it to reshape it as per the organizational need. Okay. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫിഫ്ത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, അത് വെട്ടിക്കളയേണ്ടതാണെങ്കിൽ
അതെ, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ അതൊന്ന് വെട്ടിക്കളയാം. 5ാമത്തെ പോയിന്റ് എന്താ, അത് 4ാമത്തെ അല്ലെ 4th പോയിന്റിന്റെ തന്നെ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നതാണ്. നോക്കാം എന്താണ് നിക്ഷേപ വിറ്റഴിക്കൽ ഓറിയന്റേഷൻ ഒക്കെയാണ് ഇതിനെ മീൻ ചെയ്ത് എന്താണെന്ന് നോക്കാം. The choice of ultimate importance pertain whether to retain and appreciate the identity of newly appointed person. അതായത് നിലനിർത്തണം, ഈ അപ്പോയിന്റഡ് ആയിട്ടുള്ള പേഴ്സണെ നിലനിർത്തണോ വേണ്ടേ എന്ന് നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് ഈ ഓറിയന്റേഷനിൽ ലഭ്യമാകുന്നത്. ടു ഡിസംബിൾ ടു റീഷേപ്പ് ഇറ്റ് ആസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ വരുന്ന എംപ്ലോയീസിന് ഓർഗനൈസേഷന്റെ നീഡിനെ അനുസരിച്ചിട്ട് റീഷേപ്പ് ചെയ്യണം. അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ചിലര് നമുക്കറിയാം ചില പേഴ്സൺസ് അല്ലെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, നല്ല ഫുഡ് ഐഡിയാസും കുറെ ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. സോ അങ്ങനെയുള്ളവരൊക്കെ നമ്മളൊക്കെ അറിയാം ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ ചില അല്ലെ എംപ്ലോയീസ് നല്ല കഴിവുള്ള ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ് വരുമ്പോൾ അവരെ എന്തായാലും കമ്പനിയിൽ നിലനിർത്താനായിട്ട് അവർ താല്പര്യമില്ലായിരുന്നു. കാരണം നമുക്കറിയാം അവർക്ക് നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് പവർ ഉണ്ടാവും, ഒരുപക്ഷെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജും അല്ലെ തന്ത്രപരമായ രീതിയിൽ ഓർഗനൈസേഷനെ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ കുറെ കഴിവുകൾ, സ്കില്ല്, നോളജ് ഒക്കെ അവർക്ക് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള സാധ്യതയുള്ള പേഴ്സൺസ് ഉണ്ടാവും. ഇതേമാതിരി തന്നെ ചില പേഴ്സൺസിന് പ്രത്യേകിച്ച് എന്തൊക്കെയോ അറിവുണ്ട്, പക്ഷെ എന്താ പറയാ നമ്മുടെ കമ്പനിക്ക് അനുയോജ്യമല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ട് മാറാനും സാധ്യത. സോ അങ്ങനെയുള്ള പേഴ്സൺസിന് ചിലപ്പോൾ നമ്മൾ റീഷേപ്പ് ചെയ്തെടുത്ത് നന്നാക്കി എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സാധ്യത ഉണ്ടാവുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം ടോപ്പ് ലെവലിലുള്ള പൊസിഷനിലൊക്കെ വരുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ ഉള്ള പൊസിഷനിൽ വരുന്നവര് അല്ലെ, ചിലര് നല്ല എന്താ പറയുക ലീഡർഷിപ്പും കൺട്രോളിംഗ് പവറും നല്ല ഗൈഡൻസ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവിട്ട വ്യക്തികളുണ്ടാവും. സോ അങ്ങനെയുള്ളവര് കയറി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ ചില പോളിസി നയങ്ങളിലൊക്കെ മാറ്റങ്ങളായിരിക്കും വരുന്നത്. അതേസമയം ചിലര് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ, അവര് തലപ്പത്തിരുന്ന് കുറെ കൺട്രോളിങ്ങും ഡിസിഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ തലകീഴായിട്ട് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ എന്താണ് റീഷേപ്പ് വരുത്തിയിട്ട് വേണം ചിലപ്പോൾ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. കാരണം നല്ല നല്ല തീരുമാനങ്ങൾ, നല്ല നല്ല രീതികൾ അല്ലെ, നമ്മള് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ആ പ്രിൻസിപ്പൾ മാറിയോടുകൂടി ആ സ്കൂളിന്റെ അല്ലെ അത് പോയി, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചും പറയും ആ പ്രിൻസിപ്പൾ വന്നോടുകൂടി ആ സ്കൂളിന്റെ ലെവൽ അങ്ങോട്ട് മാറി അല്ലെ. കാരണം എന്തുകൊണ്ട് അവരുടെ ആ ടോപ്പ് ലെവലിൽ വന്നിരിക്കുന്ന വ്യക്തികളിലുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ്. സോ അത് ശരിക്കും പറഞ്ഞ കമ്പനിയുടെ ഡെവലപ്മെന്റിനും സാധ്യതയുണ്ട്, ഒന്നില്ലെങ്കിൽ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. സോ അതാണ് ഇവിടെ ഇൻവെസ്റ്റർ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഓറിയന്റേഷൻ എന്ന് വ്യക്തമായിട്ട് എടുത്തു പറയുന്നത്. So the choice, ultimate importance pertains whether to retain the appropriate the identity of a newly appointed person. പുതിയ അപ്പോയിന്റഡ് പേഴ്സൺസിന് അല്ലെ നിലനിർത്തി എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തണോ, or to disassemble it to reshape it as per the organization need. അതല്ലെങ്കിൽ ആ വ്യക്തിയെ ഓർഗനൈസേഷന്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് റീഷേപ്പ് വരുത്തണോ എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഓറിയന്റേഷൻ വ്യത്യസ്ത ആയിട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ എടുത്ത് പറയുന്നത്. അതിന് ഇൻവെസ്റ്റർ ഓറിയന്റേഷനിൽ നമുക്ക് ഒന്നും കൂടി മെസ്സേജ് ചെയ്ത് നോക്കാം. To certify the important work related features of new recruits. ഓക്കെ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സവിശേഷതകളൊക്കെ ഈ ഒരു ന്യൂ റിക്രൂട്ട്സിൽ ഉണ്ടാവും. Generally, all the high profile appointments are based on this idea because a person who is considered for the post of an executive is always judged on the basis of the professional skills and the characteristics that the possesses during the job. ഓക്കെ, അതായത് നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അവരുടെ അവകാശം, അവരുടെ പ്രത്യേകമായിട്ടുള്ള സവിശേഷ ക്യാരക്ടറും കഴിവും അതൊക്കെ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ ആ പ്രത്യേകതകളൊക്കെ നല്ല രീതിയിൽ തന്നെ അല്ലെ ഹൈ പ്രൊഫൈൽ അപ്പോയിന്റ്മെന്റ്സ് ബേസ്ഡ് അല്ലെ, ചിലപ്പോൾ ആണെങ്കിൽ തലപ്പത്തുള്ള പൊസിഷനിലൊക്കെ ആയിരിക്കും അവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നല്ല അല്ലെ എന്താ പറയാ ഓർഗനൈസേഷന്റെ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രത്യേകതകളായിരിക്കാം. Such an individual is given full liberty. ഓക്കെ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. കാരണം അവരുടെ നയങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള പോളിസി കാര്യങ്ങളിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്താനായിട്ട് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. കാരണം അവരെ സംബന്ധിച്ച് നല്ല നോളജും സ്കില്ലുള്ള പേഴ്സൺ ആണ്. സോ ഇൻവെസ്റ്റർ ആ വ്യക്തിയെ അല്ലെ ആ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആസെറ്റ്
അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിയെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ലിബർട്ടികളൊക്കെ അല്ലെ, അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക, സ്വാതന്ത്ര്യമൊക്കെ വിട്ടുകൊടുക്കുക, വിച്ച് റേഞ്ചസ് ഫ്രം ഡിസൈഡിങ് ഹിസ് ഓഫീസ് ഇന്റീരിയേഴ്സ് ആൻഡ് ചൂസിങ് സബോർഡിനേറ്റ് ടു ടേക്കിംഗ് വേരിയസ് മാനേജറിയൽ ഡിസിഷൻസ്. നമുക്കറിയാം ഇന്റീരിയൽ ആയിട്ട് ഓഫീസ് കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ടുള്ള പെർമിഷൻ, അല്ലെങ്കിൽ സബോർഡിനേറ്റിനെ കൊണ്ട് വേരിയസ് മാനേജ്മെന്റ് അല്ലെ അവരെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള മാനേജീരിയൽ ഡിസിഷൻസ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക. കാരണം എന്തുകൊണ്ട് ആ പേഴ്സണ് അത്യാവശ്യം നോളജും സ്കില്ലൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട്. ഹൗവർ ഡൈവേഴ്സിറ്റി ഓറിയന്റേഷനിൽ എന്താ പറയുന്നത്, ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ. അത് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം this method attempts to modify the characteristics of a new recruits as they were selected because of their potential or effective performance. നമുക്കറിയാം അവിടെ നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിലുള്ള പ്രകടനം അവിടെ ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മോഡിഫിക്കേഷൻ, അവിടെ അവരുടെ ക്യാരക്ടറിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടാവും. തലപ്പത്തുള്ള പുതിയ അപ്പോയിന്റ്സ് അവര് കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് പോകുന്നതൊക്കെ റോങ് ആയിട്ടുള്ള രീതിയൊക്കെയാണെങ്കിൽ നമുക്കറിയാം അവരിൽ തന്നെ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. This method is applied to make him more acceptable to the other employees and more appropriate for the organization. Okay, അതിൽ പറയാണ് കൂടുതൽ അല്ലെ എംപ്ലോയീസ് കൂടുതലും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം നമുക്കറിയാം വ്യക്തികൾ അല്ലെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മാനദണ്ഡങ്ങൾ നല്ല രീതിയിലുള്ള മാനദണ്ഡങ്ങളാണെങ്കിൽ അത് കീപ്പ് ചെയ്തും നിലനിർത്തി കൊണ്ടുപോകേണ്ട എപ്പോഴും നല്ലതായിരിക്കും അല്ലെ. അപ്പൊ ഇൻ കേസ് പുതിയ തലപ്പത്തുള്ളവർ വന്ന് ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ അട്ടിമറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർഗനൈസേഷന്റെ ഫ്ലോക്ക് എന്തെങ്കിലും താളപ്പിഴകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. Okay, this update of a candidate's personality may sometimes require him to severe from their old personality traits and adapt himself to different ways of looking at this job or this and the aim of the organization. Okay, organizational ലക്ഷ്യമനുസരിച്ചിട്ട് സഹപ്രവർത്തകരെ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ജോലിയുടെ കാഴ്ചപ്പാടുകളെ എല്ലാം തന്നെ അവിടെ വ്യക്തിത്വ അല്ലെ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്ഡേഷൻസ് ഒക്കെ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. സച്ച് അപ്പോയിന്റീസ് may even be made to endure false humiliation and harassment from a senior officials to test their adaptability in different situations. ഓക്കെ, വ്യത്യസ്ത സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ അതിനോട് ചേർന്ന് പോകണം അല്ലെ. പൊതുവെ നമുക്കറിയാം സീനിയർ ഓഫീസേഴ്സ് ഒക്കെ ചിലപ്പോ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മുടെ മുന്നിൽ കിടന്നത് അല്ലെ. കമ്പനി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില പ്രത്യേക സീസണൽ ആയിട്ടുള്ള ടൈമുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വല്ല ദുരന്തങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ വേരിയേഷൻസ് എളുപ്പത്തിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് അല്ലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അവിടെ തീർച്ചയായിട്ടും വേരിയേഷൻസ് ഒക്കെ എല്ലാ തരത്തിലുള്ള ആളുകളും അതിനോട് പൊരുത്തപ്പെട്ട അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. Such strategies are also used for orientation strategies to break the all the biggest sensitive concentrative attitude of the newly appointed candidates, so that new set of values and norms could be instilled easily. Okay, നമുക്കറിയാം പുതിയ അല്ലെ വാല്യൂസ് ആൻഡ് നോംസ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പുതിയ മൂല്യങ്ങൾ അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനും പകരത്തിനൊപ്പം പകരം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എപ്പോഴും ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകും. അത് ട്രഡീഷണലി ഇതാണ് ഫോളോ ചെയ്ത് ഈ രീതി തന്നെ പോകാൻ പറ്റുള്ളൂ അല്ലെ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ഇതേ പറ്റുള്ളൂ എന്നുള്ള രീതിയൊക്കെ പിടിവാശിയൊക്കെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ അതില് കൈകാര്യം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, ക്ലിയറാണോ? ജസ്റ്റ് വായിച്ച് നോക്കാം.
ഓക്കെ അല്ലേ? നമുക്കിപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ആണ്. പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ. ഓറിയന്റേഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? പുതിയ എംപ്ലോയീസിനെ നമുക്ക് അവിടെ കൃത്യമായിട്ട് തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. സോ അതെങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുത്തുക? വന്ന വഴി എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മനസ്സിലാക്കി കൊടുത്താൽ ആ വരുന്ന ആൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ കാൻഡിഡേറ്റ് പേജ് അല്ലെ? നമുക്കറിയാം സാവധാനം കുറെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടാവും. അതേപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ അറിയിച്ച് കൊടുക്കണം അല്ലെ? റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്യാനും ഡ്യൂട്ടികൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവർ ആരൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ ആർക്കൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മുടെ പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഫെമിലാരിറ്റീസ് അയാൾക്ക് ഒരു പുതിയ കാൻഡിഡേറ്റിന് അറിയേണ്ടതുണ്ട്. സോ അത് മൂന്ന് നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ഇൻവോൾവ്സ് 3 സ്റ്റേജസ് വിച്ച് ആർ ഷോൺ ബിലോ. 3 സ്റ്റേജസ് ആയിട്ടാണ് ഈ പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ നടപ്പാക്കുന്നത്. ഫസ്റ്റ് ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ആൻഡ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, ജനറൽ ഓറിയന്റേഷൻ എന്താണ് നടപ്പാക്കുന്നത് നോക്കാം. ഇൻ ദിസ് സ്റ്റേജ് the main aim is to make the employee comfortable and to motivate him to be serious during the orientation process so that he can easily become accustomed to the organization. Okay. അപ്പൊ അവിടെ നമുക്ക് ഇൻ ദിസ് സ്റ്റേജ് അല്ലെ, ഈ സ്റ്റേജിൽ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? ഈസിലി ബിക്കം അക്യൂസ്റ്റമഡ് എന്താണ് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് അവിടെ എളുപ്പത്തിൽ പൊരുത്തപ്പെട്ട് പോകണം അല്ലെ? അപ്പൊ ആ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ഡേ ഇസ് ബെസ്റ്റ് അല്ലെ? ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറഞ്ഞ മാത്രമല്ല, നമ്മളെ ഫസ്റ്റ് ഡേ നമുക്കറിയാം ആ ഓർഗനൈസേഷനോട് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടാക്കി തീർക്കണം. സോ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും കമ്പനി ആണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടാവും വരുന്ന എംപ്ലോയീസ് അല്ലെ? ഫസ്റ്റ് നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട് ഒരു അതിപ്പോ അവരുടെ മനസ്സിലുണ്ടാവണം. ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രീതി അവർ നേടിയെടുക്കണം എന്നൊക്കെ എന്തായാലും ഫസ്റ്റ് ഡേയിലെ ആ ഓർഗനൈസേഷന്റെ അല്ലെ തലപ്പത്തുള്ളവരെ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ അവിടെ അതുകൊണ്ട് തന്നെ പറയാണ് എംപ്ലോയി കംഫർട്ടബിൾ ആൻഡ് മോട്ടിവേറ്റ് ഹിം ടു സീരിയസ് ഡ്യൂറിംഗ് അല്ലെ? അവിടെ കംഫർട്ടബിൾ ആയിട്ട് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് പെട്ടെന്ന് തന്നെ ആ ഒരു ഓർഗനൈസേഷൻ പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ള ഓറിയന്റേഷൻ നടപ്പാക്കി കൊടുക്കണം. Employees are also made aware of the history, business objectives, and processes of the organization. Okay, നമുക്കറിയാം തുടക്കം തന്നെ നമുക്കറിയാം എന്താണ് ഈ ഓർഗനൈസേഷന്റെ ചരിത്രം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ലക്ഷ്യമിടുന്ന കാര്യം എന്താണ് ഈ ഓർഗനൈസേഷൻ അല്ലെ? നമ്മൾക്കറിയാം ചിലപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഓർഗനൈസേഷൻ ഒറ്റയടിക്ക് ലാഭം ഉണ്ടാക്കാനല്ല ആഗ്രഹിക്കുക, ഒരു പബ്ലിസിറ്റി ഒക്കെ ഉണ്ടാവണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ആണോ? അതിനുള്ള സാധ്യത ഉണ്ടാവോ? സ്റ്റാർട്ടിംഗ് ഉള്ള ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ഉണ്ടാവോ? ഫാമോ കമ്പനിയൊക്കെ ആണെങ്കിൽ, പുതിയ കമ്പനിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഏതൊരു സംഭവം ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതാണെങ്കിലും ഒരു സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് രംഗത്ത് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു പബ്ലിസിറ്റി ആയിരുന്നു അല്ലെ? അതിനെ എല്ലാവരും കസ്റ്റമേഴ്സ് എല്ലാവരും ക്യാച്ച് ചെയ്യണം അല്ലെ? അതല്ലേ ആഗ്രഹിക്കുക. ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിയാലും ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാലും അതായത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിലും എല്ലാവരും അറിയപ്പെടും, നല്ലതാണെന്ന് അറിയപ്പെടും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും മോസ്റ്റ്ലി പുതിയ ഫേമൊക്കെ ആണെങ്കിൽ അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. അതേസമയം കുറച്ചും കൂടി റണ്ണിങ് ആയി ആ ഹോസ്പിറ്റലൊക്കെ പേരുകളുള്ള ഹോസ്പിറ്റലൊക്കെ ആണ്, അങ്ങനെ റണ്ണിങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്കറിയാം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അല്ലെ? കുറച്ചും കൂടി കൂട്ടി അവരുടെ പ്രോഫിറ്റബിൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ലൊരു മതിപ്പ് ആ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, എംപ്ലോയീസ് ആർ ഓൾസോ മെയ്ഡ് അവെയർ ഓഫ് ദ ഹിസ്റ്ററി, ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഓർഗനൈസേഷന്റെ ആ പ്രവർത്തനങ്ങൾ എന്താണ്? ഇപ്പൊ നിലവിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ഇപ്പൊ എന്തോരം നാളായി അല്ലെ? അതുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഒരു പബ്ലിസിറ്റിക്ക് ഉള്ളതാണോ, അല്ലെങ്കിൽ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അല്ലെ? ഇപ്പൊ നവ ഡേയ്സിൽ എന്താണ് ഈ കമ്പനിയുടെ പ്രതീക്ഷകൾ അല്ലെ? ഫ്രഷ് ആണെങ്കിൽ നമുക്കറിയാം പബ്ലിസിറ്റി ആണ് ആഗ്രഹിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആക്കി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. Then initially classroom knowledge is given for a month, and after that he should be placed in their respective department as a trainee to know the process and understand the importance of each activity for the end result. Okay, നമുക്കറിയാം
ഇനീഷ്യേറ്റീവ് ആയിട്ട് നമുക്കറിയാം ഒരു നോളജ്, ക്ലാസ് നോളജ് അവർക്കെല്ലാം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. എന്താ പറയുന്നത്, റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ, നമ്മളെ റിസൾട്ട്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, നമ്മൾ എന്താണോ ഈ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഏത് മേലാധികാരികളാണ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം തന്നെ അറിയിപ്പിക്കാനായിട്ട് ഈ ഓറിയന്റേഷൻ കാര്യങ്ങൾ ശ്രമിക്കുന്നത്. ജനറൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി എടുക്കുക, എംപ്ലോയീസ് ആർ ഓൾവേസ് മെയ്ഡ് അവെയർ ഓഫ് ദ ഹിസ്റ്ററി, ആ ഒരു കമ്പനിയുടെ, ആ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ എന്താണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് അവിടെയുള്ള ആ കമ്പനിയുടെ പ്രോസസ്സ്, ലക്ഷ്യങ്ങൾ, ഹിസ്റ്ററി അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള അവയർനെസ് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത് അതിന്റെ ഹെഡിങ് പറയുന്നത് ജനറൽ ഓറിയന്റേഷൻ. അല്ലേ? ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ. ഇനി ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ആണ് അടുത്ത് പറയുന്നത്. Now the individual is introduced to the department where he has to work. There is a need for the new incumbent to be aware of the roles, responsibility and the operating practices of the department. Okay. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോൾ എന്താണ് കമ്പനിയില്, അവിടെ എന്താണ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്. തീർച്ചയായും നമുക്കറിയാം ഒരു വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ ഇപ്പൊ ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കാം, കാർഡിയോളജിന്റെ, ന്യൂറോളജിന്റെ, നെഫ്രോളജിന്റെ, ഇൻ കേസ് പ്രൊഡക്ഷൻ ആയി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കാം, അവിടെ എന്താണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നുണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടാവും, വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കുന്നത്, സോ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫെമിലാരിറ്റീസ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് ഫെമിലിയർ വിത്ത് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ എ ഫ്യൂ മന്ത്സ്. കുറച്ച് നാളുകൾ കൊണ്ട്, വലിയ വലിയ ഓർഗനൈസേഷനും വലിയ വലിയ കമ്പനിയൊക്കെ ആണെന്ന് നമുക്കറിയാം, കുറച്ച് നാളുകൾ കൊണ്ടാണ് ഈ ഫെമിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഓർഗനൈസേഷൻസ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് he needs to build up a relationship with the seniors, colleges and subordinate, after which he will be allotted a particular job. ഓക്കെ, അപ്പൊ അവിടെയുള്ള സീനിയേഴ്സ് അല്ലെങ്കിൽ സഹപ്രവർത്തകരും മുഖ്യ ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു അവയർനെസ് കിട്ടും. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർക്ക് എന്ത് ചെയ്യും, പുതിയ കമ്പനിയിൽ അവര് പെർമനന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അവർക്ക് വാഗ്ദാനം ചെയ്യാൻ ചെയ്ത്. അപ്പൊ ഫസ്റ്റ് ടൈമില് നമുക്കറിയാം ജനറൽ ഓറിയന്റേഷൻ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ നടപ്പാക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ആണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ആണ്. ജനറൽ ഓറിയന്റേഷനിൽ മെയിൻലി മനസ്സിലാക്കാൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ, എംപ്ലോയീസ് ഹാവ് ഓൾസോ മെയ്ഡ് അവെയർ ഓഫ് ഹിസ്റ്ററി, ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഫെമിലിയർ ആവാനായിട്ട്, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫെമിലിയാരിറ്റീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തിരിച്ചു വരും, കാർഡിയോളജി വിഭാഗം അല്ലെങ്കിൽ ന്യൂറോളജി വിഭാഗം അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ വിഭാഗം, പാക്കേജിംഗ് സെക്ഷൻ,
ഏതോ വിഭാഗമായിട്ടൊക്കെ എന്ന് തിരിച്ചു. ഈ വിഭാഗത്തിൽ എന്ത് ഡ്യൂട്ടിയാണ് അല്ലെ, ടെക്നിക്കലിന്റെ ഡ്യൂട്ടിയാണോ, ക്ലർക്ക് ഡ്യൂട്ടിയാണോ, പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണോ, അത് ആ ഒരു ജോബുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. The individual is providing a specific task with a job orientation. Sorry, job description. Okay. The individual is providing a specific task with a job description. Like ജോലിയെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഇൻഡിവിജ്വലിന് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. The individual employee need to have the knowledge of the methods used for a specific job. അല്ലെ, ആ ഒരു സ്പെസിഫിക് പ്രത്യേക ജോലി അത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നോളജുകൾ അല്ലെങ്കിൽ മെത്തേഡ് കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നു. The responsibility involved in that specific work has to be mentioned precisely to the newcomer along with the role expectations. ഓക്കെ, നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും പറയാണ് ഓരോരുത്തർക്കും ഓരോ റോളുകളുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ജോലി ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ള മോസ്റ്റ്ലി അവർ മനസ്സിലാക്കിയത് അല്ലെ. അതനുസരിച്ചിട്ടാണ് ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. സോ ആ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജോലി എന്താണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അത് മെൻഷൻ ചെയ്ത് തന്നെ ആ ന്യൂകമറിന് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. അത് അപ്പോ അവരിനെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അവരിൽ നിന്ന് കുറച്ച് റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന റെസ്പോൺസിബിലിറ്റി ഫിനിഷ് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അവരിലുണ്ട്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. The superior, if necessary, should adopt a guiding approach to direct the individual on the job has to do. ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വലി അവർക്ക് മൊത്തത്തിൽ അല്ലെ ഒരു എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡിങ് അപ്രോച്ച് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ സമയത്ത് അല്ലെ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പകർന്നു കൊടുക്കുന്ന ഒരു ഗൈഡിങ് ഈ ടൈമിൽ ലഭ്യമാക്കി കൊടുക്കണം. അപ്പൊ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ആണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. സ്പെസിഫിക് ഓറിയന്റേഷൻ ആണ്. സ്പെസിഫിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മള് അവര് അല്ലെ എംപ്ലോയർ തൊഴിലുടമ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ എംപ്ലോയിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവശ്യകതകൾ ഗൈഡിങ് അപ്രോച്ച് ആവശ്യമുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആണോ? സ്പീഡ് കൂടുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? മൂന്ന് സ്റ്റേജുകൾ നമ്മൾ കവർ ചെയ്തു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം. കണ്ടന്റ്സും കൂടെ എടുക്കാലോ, ചെറിയ ഭാഗങ്ങളാണ്. കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ നമുക്ക് നോക്കാം. എന്താണ് കണ്ടന്റ്സ്, അതിന്റെ ഉള്ളടക്കം അല്ലെ. ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളതാണ്. എംപ്ലോയി ഓറിയന്റേഷൻ പ്രോഗ്രാം ഷുഡ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ കൺസേണിംഗ് ദ ഫോളോയിങ് അല്ലെ. അതെല്ലാം താഴെ പറയുന്നതെല്ലാമാണ് ആ ഒരു എംപ്ലോയി ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കുക, ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാം. പറയാം. സ്പെസിഫിക് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ജോലി തന്നിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ക്ലർക്കിന്റെ ഡ്യൂട്ടി ആയിരിക്കാം, അതല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇൻവെന്ററി, ഇൻ കേസ് അല്ലെങ്കിൽ എന്താ പറയാ കാർഡിയോളജി വിഭാഗം തന്നെ എടുക്കാം. അപ്പൊ അതില് ഒരു കാർഡിയോളജി വിഭാഗം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണ് ഡ്യൂട്ടി, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ഏൽപ്പിക്കുന്നത്. സ്പെസിഫിക് ജോബ് അല്ലെ. അപ്പൊ ആ സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽ ഈസ് പ്രൊവൈഡ് സ്പെസിഫിക് ടാസ്ക് വിത്ത് എ ജോബ് ഡിസ്ക്രിപ്ഷൻ
ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്താ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചു പോയതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് അങ്ങനത്തെ സ്കിൽ എടുത്തത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ജോലി എന്തൊക്കെയായിരിക്കും അല്ലെ, ജോലിയിൽ വരുന്ന ഹസാർഡ്സ് എന്താണ്, ജോലിയിൽ കയറണമെങ്കിൽ മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കണം അല്ലെ, അത് എത്ര ടൈമിലുള്ള തീർക്കണം, ജോലിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ ജോലി നമ്മളപ്പോ വരുന്ന പുതിയ എംപ്ലോയി വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന അപകട സാധ്യതകളുണ്ട്, ഇന്ന മുൻകരുതലുകൾ എടുക്കണം, ഇതിങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഈ ജോലിയുടെ റിപ്പോർട്ടൊക്കെ ഇന്ന ഉദ്യോഗസ്ഥരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കടമ്പകളെല്ലാം തന്നെ പുതിയ എംപ്ലോയിക്ക് പകർന്നു കൊടുക്കുകയാണ് എന്തിലും വരുന്നത്, ജോബ് അല്ലെ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്. ആദ്യം മൊത്തത്തില് ജനറൽ ഓറിയന്റേഷനിൽ മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്, ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു കൊടുത്തു. വീണ്ടും അവരെ ഏൽപ്പിക്കുന്ന ജോലി അല്ലെ, ആ ജോലി ഏത് പ്ലേസ്മെന്റിലേക്കാണോ, ഏത് വേക്കൻസി ആണോ, ആ വേക്കൻസിയിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്തൊക്കെ ഹസാർഡ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആർക്കൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, അങ്ങനെ കുറെ സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അയാൾക്ക് പകർന്നു കൊടുക്കുന്നതാണ്. The employee needs to have a knowledge of the method used for a specific job. ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് ആ സ്പെസിഫിക് ജോബിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. Then the responsibility involved in that specific work has to be mentioned preciously to the newcomer along with the role expectations. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു എംപ്ലോയർ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഒരു എംപ്ലോയിയെ നിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് കുറച്ച് എക്സ്പെക്ട് ചെയ്യും അല്ലെ, ഇതിൽ നിന്ന് പ്രതീക്ഷിക്കും ഇന്ന ടൈമിനുള്ളിൽ ഇന്ന ഡ്യൂട്ടികൾ ചെയ്യണം അല്ലെ. ഇപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇത്രയും ഉത്പാദിപ്പിക്കണം, സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇത്രയും വ്യക്തികൾക്ക് ഇന്ന സേവനങ്ങൾ ചെയ്യണം അല്ലെ. എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് അവർക്ക് പകർന്നു കൊടുക്കണം. സുപ്പീരിയർ ഇഫ് നെസസറി ഷുഡ് അഡോപ്റ്റ് എ ഗൈഡിംഗ് അപ്രോച്ച് ടു ഡയറക്ട് ദ ഇൻഡിവിജ്വൽ ഓൺ ദ ജോബ് ഹി ഹാസ് ടു ഡു. നമുക്കറിയാം, വേണമെങ്കിൽ സുപ്പീരിയർ അല്ലെ, മേലധികാരികളെ ഇഫ് നെസസറി ആവശ്യമാണെങ്കിൽ അവരെ നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഗൈഡിങ് അപ്രോച്ച് കൊടുക്കുക. ആ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ ആ സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ പകർന്നു കൊടുക്കണം, എന്തൊക്കെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് വേണമെങ്കിൽ സുപ്പീരിയറിന്റെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ ചോദിച്ചത്? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം, കണ്ടന്റ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം. Content of orientation program എന്ന് പറയുമ്പോൾ എംപ്ലോയി ഓറിയന്റേഷൻ പ്രോഗ്രാം ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ ഫോളോയിങ്. അല്ലെ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്? ഒന്നാമതായിട്ട് ഓർഗനൈസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസുകളാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ കമ്പനി, names and the designation of key executives, employee title and department, layoff, physical facilities, probationary period of products or service offered, overview of the production process, company policy and rules, disciplinary procedures, safety procedures and employees handbook. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് അല്ലെ. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനിയുടെ ഹിസ്റ്ററി, പേര്, ഡെസിഗ്നേഷൻ, കീ എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ ഡെസിഗ്നേഷൻ അല്ലെ, MD ആണ്, ഇന്ന വ്യക്തികളൊക്കെയാണ്, ഇന്ന ആൾക്കാരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ടൈറ്റിൽ ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അവിടെ കാർഡിയോളജി വിഭാഗം, ന്യൂറോളജി വിഭാഗം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഫിസിക്കൽ ഫെസിലിറ്റീസ്, എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെ. നമുക്കറിയാം ചിലപ്പോൾ വേണമെങ്കിൽ സ്കാനിങ് സെന്റർ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനമാണെങ്കിലൊക്കെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതിനുള്ള സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രൊബേഷണറി പീരീഡ്, ഇൻ കേസ് ഓരോ എംപ്ലോയീസിന്റെയും അല്ലെ പ്രൊബേഷണറി പീരീഡ് എന്ന് വെച്ചാൽ കയറി വരുന്ന അല്ലെ കുറച്ച് നാളത്തേക്ക് നമുക്കറിയാം ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. പ്രൊബേഷണറി പീരീഡ് ഓഫ് പ്രൊഡക്ട്സ് സർവീസ് ഓഫേർഡ്. Then overview of the production process. ഉത്പാദിപ്പിക്കുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ, കാഴ്ചപ്പാടുകൾ, കമ്പനി പോളിസി ആൻഡ് റൂൾസ്, ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, നിയമങ്ങൾ, നടപടിക്രമങ്ങൾ, സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ,
എംപ്ലോയീസിന്റെ ഹാൻഡ് ബുക്ക് കാര്യങ്ങൾ എല്ലാം തന്നെ ഓർഗനൈസേഷൻ ഇഷ്യൂസ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഉള്ളടക്കത്തിൽ തന്നെ ഓർഗനൈസേഷൻ പ്രോഗ്രാമിന്റെ അതായത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഉള്ളടക്കത്തിൽ തന്നെ ഫസ്റ്റ് പ്രതിപാദിക്കുന്നത്. മൊത്തത്തിൽ ഒരു അവലോകനമാണ് ഇവിടെ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഇഷ്യൂസിൽ കൊടുക്കുന്നത്. അടുത്ത ഒരു ഭാഗം വരികയാണെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയിക്ക് ആ ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു വിവരമാണ്. ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി അത് എങ്ങനെയൊക്കെയാണ് അല്ലെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണോ, ഇവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ കമ്പനിയാണോ, ഡെവലപ്പിംഗ് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ടുള്ള പിക്ചറാണ് ഓർഗനൈസേഷൻ ഇഷ്യൂസിൽ നിന്ന് കിട്ടുന്നത്. വീണ്ടും എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോലിക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ എംപ്ലോയിക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള പാക്കേജുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ബേസിക് സാലറിക്ക് അപ്പുറം എന്തെങ്കിലുമൊക്കെ തൊഴിലുടമ തരാൻ സാധ്യതയുണ്ടോ അല്ലെ, ബോണസോ ഗ്രാറ്റുവിറ്റിയോ അല്ലെ BFO അതല്ലെങ്കിൽ നമുക്കറിയാം ചില സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ് അതില്. അപ്പൊ അതിനപ്പുറം അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ്സിൽ പറയുന്നത്. പേ സ്കെയിൽസ് ആൻഡ് പേ റേറ്റ്സ്, occasions and holidays, rest breaks, training benefits, counseling, insurance and medical, recreation and retirement benefits. ഇതിനെ കുറിച്ചിട്ട് പിന്നെ പറയേണ്ടതുണ്ടോ? മെഡിക്കൽ അലവൻസുകള്, നമുക്ക് വിനോദ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ അല്ലെ, കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഓർക്കുന്നുണ്ടോ? മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻസിൽ പഠിച്ചില്ലേ? അപ്പോയോ ഓറിയന്റേഷൻ ടൈമില് എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കറിയാം ഓർഗനൈസേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവിടെ ഒരു ഓവർവ്യൂ ആണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, അതിന്റെ പേരാണ്, ഏത് കാറ്റഗറീസ് ചെയ്തില്ല അല്ലെ, ഡോക്ടർമാരുടെ ജീവനക്കാരുടെ ഒക്കെ ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ എംപ്ലോയി ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ്സ് നമ്മൾ ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കണ്ടല്ലോ, പറയണോ? അതല്ല പറയൂ. വെക്കേഷൻസ് ഹോളിഡേയ്സ് ഒക്കെ ഓർക്കുന്നുണ്ടോ? അതോയോ അത് ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കൗൺസിലിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു, ട്രെയിനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നു അല്ലെ, അവിടെ ട്രെയിനിങ് പീരീഡുകൾ കാര്യങ്ങൾ, ഇൻഷുറൻസ് പാക്കേജുകൾ, മെഡിക്കൽ അലവൻസുകൾ, റിക്രിയേഷൻ ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ, BF ഗ്രാറ്റുവിറ്റി പോലെയുള്ള അലവൻസുകളൊക്കെ അതൊക്കെ എത്രമാത്രം ഉണ്ടായതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഐഡിയ ആണ് എംപ്ലോയി ബെനിഫിറ്റ്സിൽ ഉണ്ടാകുന്നത്. തേർഡ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. നിലനിൽക്കുന്ന മെമ്പേഴ്സ് അവരെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. Organizations make a special effort to introduce new employees to all existing employees. അതിനുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു രൂപരേഖ കൂടി അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. അതായത് നമുക്കറിയാലോ, ഒരു പുതിയ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്ന ഇടത്തിലെ മറ്റ് സഹപ്രവർത്തകരാണ് നമ്മളുടെ രംഗത്തെ ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. It is the foremost responsibility of the supervisor to make new employees familiar with the existing employees. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് മെയിൻ ആയിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ടെന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സ് തന്നെ ആയിരിക്കും അല്ലെ. സൂപ്പർവൈസേഴ്സിന്റെ അണ്ടറിലാണ് എംപ്ലോയീസ് വരുന്നത്. പിന്നെ സൂപ്പർവൈസറിന്റെ ഹെഡിന്റെ അണ്ടറിലാണെങ്കിൽ അവരായിരിക്കും അവിടെയുള്ള മറ്റ് സഹപ്രവർത്തകരെ കുറിച്ചിട്ടുള്ള അറിവുകളെല്ലാം ഈ വ്യക്തിക്ക് എംപ്ലോയിക്ക് പകർന്നു കൊടുക്കുന്നത്. Supervisor is the person who sets the tone for the employees' future interpersonal relationship with the other staff members. Okay, നമുക്കറിയാം ഭാവിയിൽ ഒരു നല്ലൊരു വ്യക്തിബന്ധം അല്ലെങ്കിൽ നല്ലൊരു ഓർഗനൈസേഷനിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്കറിയാം സൂപ്പർവൈസേഴ്സിന്റെ സപ്പോർട്ടാണ് ഉണ്ടാവുക. When any new employee comes to the organization, he will probably be happy about getting a job, but at the same time he will perhaps have a certain anxieties, fears and misgivings. Okay, നമുക്കറിയാം ഏതൊരു എംപ്ലോയി ആണെങ്കിലും ഓർഗനൈസേഷനിൽ നമ്മൾ കയറി വരും അല്ലെ, നമ്മൾ പുതിയതായിട്ടുള്ള സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവരെ ഹാപ്പി ആയിരിക്കും, ജോലി കിട്ടിയല്ലോ എന്ന് ഓർത്ത് ഹാപ്പി ഒക്കെ ആയിരിക്കും. പക്ഷെ പല ഉത്കണ്ഠകളും അല്ലെ, പല തരത്തിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവോ പുതിയ എംപ്ലോയിക്ക്? അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവോ? ഹാപ്പി ആകുന്നതോടൊപ്പം ഇങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? ഉണ്ടാവില്ലേ?
പുതിയ സ്ഥാപനമൊക്കെ നിങ്ങൾ ഇവിടെ നിന്നല്ലാന്ന് തോന്നണു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ടാണ് ചോദിക്കണേ. ഉണ്ടാവില്ലേ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? കാരണം പുതിയൊരു കമ്പനിയാണ് അല്ലെ? നമ്മൾ ഹാപ്പി ആയിരിക്കും, ജോലിക്ക് കിട്ടി നല്ല അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടെന്ന കാര്യങ്ങൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ ഒരു പേടി മുൻഗണനയൊക്കെ ഉണ്ടാവും അല്ലെ? എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ക്യാൻ സപ്പോർട്ടിംഗ് എ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് ത്രൂഔട്ട് ദ ഇൻഡക്ഷൻ പ്രോസസ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നിലവിലുള്ള സ്റ്റാഫുകളാണ് ഈ ഒരു ഉത്കണ്ഠയും പേടിയൊക്കെ മാറ്റാനായിട്ട് പറ്റിയത് അല്ലെ? കാരണം അവരാണ് ഈ സെൽഫ് സ്റ്റാഫ് മെമ്പേഴ്സ് ത്രൂ ദ ഇൻഡക്ഷൻ പ്രോസസ്. അവര് പകർന്നു കൊടുക്കുന്ന അറിവിന്റെ അല്ലെങ്കിൽ സ്കില്ലിന്റെ അല്ലെ, അവർ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിലാണ് അങ്ങനെയാണ് ആ പേടി ഉത്കണ്ഠയൊക്കെ അവരിൽ നിന്ന് മാറിപ്പോകാനായിട്ട് സാധ്യമാകുന്നത്. എക്സാമ്പിൾ ബൈ എക്സ്പ്ലൈനിങ് കീ ഡ്യൂട്ടീസ് ആൻഡ് ഹെൽപ്പിംഗ് ടു സെറ്റ് അപ്പ് ഹിസ് വർക്ക് സ്പേസ്. ഓക്കെ, നമുക്കറിയാം പുതിയ സ്ഥലമാകുമ്പോ ഇത് ഇന്ന സ്ഥലത്താണ് നിങ്ങളുടെ ക്യാബിൻ ഇങ്ങനെ ഇരിക്കണം അല്ലെ, നിങ്ങൾ ഇവിടെ കേട്ടത് അവർക്ക് പൊരുത്തപ്പെട്ട് പോകേണ്ടത് ഇന്ന കുട്ടി ചെയ്യണം. അപ്പൊ നമ്മളോട് പറയാം ചിലരൊക്കെ ഇച്ചിരി അല്ലെ ഭയങ്കര റഫായിട്ട് നേച്ചറൊക്കെ ഉള്ളവരാണ്, അവരോടൊക്കെ ഇന്ന രീതിയിൽ മര്യാദ കാണിക്കണം. ചിലരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അല്ലെ. അതൊക്കെ സഹപ്രവർത്തകരല്ലേ പകർന്നു കൊടുക്കാം. സോ അവിടെ പറയാണ് ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻസ്. തേർഡ് കണ്ടന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ എന്താണ് നിലവിലുള്ള മെമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള അറിവാണ് പ്രദാനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ അറിവ് പകർന്നു കൊടുക്കുന്നത് ആരായിരിക്കും? ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർവൈസേഴ്സ് ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത് അല്ലേ? മോസ്റ്റ് നോട്ട് ചെയ്തോ? അതാണ് It's the foremost responsibility to take the supervisor to make new employees familiar with the existing employees. Okay, then നമുക്ക് last പോയിന്റിലേക്ക് കൂടി പോവാം. നമ്മുടെ കയ്യിലുള്ള job duties. It includes the information about the job location, job task, job setting years, overview of the job opportunities, and the relation with the other job. Okay, നമുക്കറിയാം ജോലിയുടെ അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ ഇപ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം ജോലി ചെയ്യാനായിട്ട് വരുന്ന തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെ. എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ ജോലിയുടെ പ്രത്യേകതകൾ, സേഫ്റ്റി കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, എങ്ങനെയാണ് ടാസ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന്റെ ലൊക്കേഷൻ അല്ലെ, ഇത് എന്താ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കുമായി ബന്ധപ്പെട്ട പല പല ഏരിയകൾ നമ്മൾ പ്രിപ്പയർ ആവേണ്ടതുണ്ടാവും അല്ലെ. വർക്കിന്റെ ചിലപ്പോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്നും അത് എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ കളക്ട് ചെയ്ത് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നോളജ് അവിടെ ആവശ്യമാണ്. സോ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ് എന്തെങ്കിലും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നതിനെ കുറിച്ചിട്ടും എല്ലാം തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ്, എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു നല്ല അവയർനെസ് ആവശ്യമാണ്. ബേസിക് റൂൾസ് റിലേറ്റഡ് ടു പീപ്പിൾ, പ്രോസസ് ആൻഡ് ടാസ്ക് ഇഷ്യൂസ് should be communicated by the supervisor to the new employees so that they can deal with them properly. Okay, നമുക്കറിയാം നല്ല രീതിയിൽ ഡീൽ ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. ബേസിക് റൂൾസ് റിലേറ്റഡ് ടു പീപ്പിൾ, അവിടെയുള്ള ജനങ്ങളെ കുറിച്ച് പ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെ നല്ല അറിവ് പകർന്നു കൊടുക്കണം. Then process and task issues should be communicated by the supervisor to the new employees so that they can deal with them properly. Supervisor ആണെങ്കിലും പുതിയ എംപ്ലോയീസിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അവരിപ്പോ അവർക്ക് മനസ്സിലാവാത്ത കുറച്ച് ഭാഷയൊക്കെ കുറച്ച് ഇംഗ്ലീഷും സ്റ്റാൻഡേർഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ പേരൊക്കെ ചിലപ്പോൾ വന്ന് കയറിയിട്ടുണ്ടാവുള്ളൂ, അവരുടെ പേരൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത് ഇവർക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. ന്യൂ എംപ്ലോയീസിന് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ആശയവിനിമയം ലഭ്യമാക്കി കൊടുക്കണം. എന്താണ് ജോലി അല്ലെ, ജോലിയുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടാസ്കുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അവരുടെ ഈ ദിവസം പ്രമാണിച്ചും നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല കൃത്യമായിട്ടുള്ള അവയർനെസ് സൂപ്പർവൈസേഴ്സ് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് പകർന്നു കൊടുക്കണം. അവർക്ക് മനസ്സിലാകുന്ന കമ്മ്യൂണിക്കേറ്റഡ് ബൈ സൂപ്പർവൈസർ ടു ദ ന്യൂ എംപ്ലോയീസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അല്ലെ, കൃത്യമായിട്ടുള്ള രീതിയിലാണ് ആ പ്രോസസ്സ് നിർവഹിക്കേണ്ടത്. സോ ദാറ്റ് ദേ ക്യാൻ ഡീൽ വിത്ത് ദം പ്രോപ്പർലി. കാരണം അത് കൃത്യമായ രീതിയിൽ പകർന്നു കൊടുത്താലാണ് ആ വ്യക്തികൾക്ക് ന്യൂ എംപ്ലോയീസ് അത് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമാകുന്നത്. ഓക്കെ അല്ലേ? ഒരു പോയില്ലല്ലോ, കുറച്ചല്ലേ എടുത്തുള്ളൂ. കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.